നമുക്കിന്ന് ടാറ്റ പഞ്ചിലേക്കാണ് ആക്സസറീസുകൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ബേസ് മോഡൽ വാഹനമാണ്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ 4 ഡോറിലേക്ക് സ്പീക്കർ സിസ്റ്റം, ബാക്കിലേക്ക് ഒരു ക്യാമറ, അതാണ് നമ്മളിന്ന് ടാറ്റയുടെ പഞ്ചിലേക്ക് ചെയ്യാൻ പോകുന്ന വർക്ക്. അപ്പോൾ നമ്മുടെ പാനൽ കാര്യങ്ങളെല്ലാം ഇതുപോലെ നമ്മൾ റിമൂവ് ചെയ്ത് ടാറ്റ പഞ്ച് വരുമ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം, ഒരു സ്റ്റീരിയോ അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഡാഷ്ബോർഡിൻ്റെ പാനലും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കതിൽ കൃത്യമായിട്ടുള്ള പാനലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്ത് കറക്റ്റായിട്ട് നമുക്കതിലേക്ക് സ്റ്റീരിയോ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോർ സ്പീക്കർ കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നമ്മളിത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ AC വണ്ടിൻ്റെ തൊട്ട് മുകളിലായിട്ട് വരുന്ന ആ ഒരു ചെറിയൊരു പോർഷനിലാണ് നമ്മൾ സ്റ്റീരിയോ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പോകുന്നത്. പഞ്ചിൻ്റെ കറക്റ്റ് പാനലിങ്ങും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് വയർ കട്ടിങ്ങോ വാറണ്ടി പോകുന്ന ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ നമ്മളിത് ഫിറ്റ്മെൻറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ സെക്ഷനായിട്ട് അതിൻ്റെ പാനൽ കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്തെടുക്കും. അതിൻ്റെ ഒറിജിനൽ പാനലും അതിലേക്ക് ഫിറ്റ് ചെയ്യാൻ പോകുന്ന സ്റ്റീരിയോ, അതിൽ ഫിറ്റ് ചെയ്യാൻ പോകുന്ന സ്പീക്കേഴ്സ് കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. എങ്ങനെയാണ് അതിൻ്റെ റിമൂവിങ് കാര്യങ്ങളെല്ലാം, ഫിറ്റ്മെൻറ്റ് എങ്ങനെയെല്ലാം ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. കപ്ലറും കാര്യങ്ങളെല്ലാം കണക്ഷൻ എങ്ങനെയാണോ അതെല്ലാം കൃത്യമായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഡോർ പാഡുകൾ 4 നമ്മൾ ഊരിയെടുക്കും. അതിനുശേഷം ബാക്കിലേക്ക് ഒരു ക്യാമറ നമുക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്യാനുണ്ട്. വെൽക്കം ബാക്ക് ടു കാറ്റക സാർ. കാറ്റക സാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതും പ്രതീക്ഷിച്ചിരുന്നതുമായ നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും പുതിയ ടാറ്റ പഞ്ചിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. ചെയ്യുന്ന വർക്കുകളും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പാഡ് ഊരി കഴിഞ്ഞാൽ ഇതുപോലെയാണ് ടാറ്റ പഞ്ചിൻ്റെ ഉൾവശം വരുന്നത്. സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. ഒരു പ്ലാസ്റ്റിക് കവർ വെച്ച് കൃത്യമായിട്ട് ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വയറിങ് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം, വയറിങ് ഇല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള V-ഗാർഡിൻ്റെ നല്ല വയറിങ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ വാഹനങ്ങളിലേക്കും നമ്മുടെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. 4 ഡോറിലേക്ക് നമുക്ക് സ്പീക്കർ സിസ്റ്റം ഫിറ്റ് ചെയ്യാനുണ്ട്. ബാക്കിലേക്ക് ഒരു ക്യാമറയും നമുക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മുടെ പാനൽ ഈ ഒരു പാനൽ വെച്ചിട്ടാണ് നമ്മുടെ ഫിറ്റ്മെൻറ്റ് വരുന്നത്. ടാറ്റ പഞ്ചിലേക്ക് ഇത് വരുമ്പോൾ അതിൻ്റെ ഒരു റിയൽ ലുക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അതിൻ്റെ കപ്ലർ കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിൽ സ്റ്റോക്കാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു സ്നാപ്ട്രോണിക്സ് എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡ് സിസ്റ്റമാണ് നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്. 1 ഇയർ നമുക്ക് വാറണ്ടി ഉണ്ട്. 232 ആണ് ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. 9000 രൂപയാണ് നമ്മളിതിൻ്റെ ഫിറ്റിംഗ് ചാർജ് നമുക്ക് വരുന്ന റേറ്റ്. ഇനി നമുക്ക് സ്പീക്കർ കാര്യങ്ങളെല്ലാം ഏതൊക്കെ ചെയ്യണമെന്ന് കാണിച്ചു തരാം. മാക്സ്ലിങ്ക് എന്ന് പറയുന്ന ബ്രാൻഡ് സ്പേസർ കാര്യങ്ങളടക്കം വരുന്ന 4 ഡോർ സ്പീക്കർ സിസ്റ്റമാണ് നമ്മൾ ഇന്ന് ഈ ഒരു ടാറ്റ പഞ്ചിലേക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്നാപ്ട്രോണിക്സിൻ്റെ ഓഡിയോ സിസ്റ്റം, അതുപോലെ തന്നെ മാക്സ്ലിങ്കിൻ്റെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് ഫിറ്റ് ചെയ്യുന്നു. ഫിറ്റ് ചെയ്യുന്ന എല്ലാ പാർട്സുകൾക്കും 1 ഇയർ റീപ്ലേസ്മെൻറ്റ് വാറണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട്. മോഡൽ പഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡോർ സ്പീക്കറിലേക്കൊന്നും വയറിങ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അഡീഷണൽ ആയിട്ട് എല്ലാ വയറിങ്ങുകളും ചെയ്തിട്ട് വേണം നമ്മൾ സ്പീക്കറുകൾ കാര്യങ്ങളെല്ലാം